ഇപ്പം നമ്മളതിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാറുണ്ട്. അപ്പം സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എലിഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ അതിൻ്റെ വേരിയേഷൻസ് പലതും കാണാറുണ്ട്. അപ്പോൾ അത് ഒരു തവണ ആ ഒരു ബേസിക് എക്സാമ്പിൾസൊക്കെ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാമിംഗ് റിക്വയർമെൻ്റ് ഇവിടെ എഴുതിയൊക്കെയാണ്. അതായത് നമുക്കൊരു കോഡ് എഴുതണം. അതായത് ഒരാളുടെ പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലെങ്തി നെയിമാണോ അല്ലെങ്കിൽ ഷോർട്ട് നെയിമാണോ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്തി നെയിം എന്നുള്ളതിന് നമ്മളൊരു ഡെഫിനിഷൻ ഇവിടെ പറയുവാണ്. അതായത് മോർ ദാൻ 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളതൊരു ലെങ്തി നെയിം ആണെന്ന് പറയും. അതായത് 10 ക്യാരക്ടേഴ്സ് വരെ ഇറ്റ്സ് എ ഷോർട്ട് നെയിം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നേരെ മറിച്ച് ഒരു വലിയ 10 ക്യാരക്ടറിൽ മുകളിൽ വരുമ്പോൾ, അതായത് 11 ക്യാരക്ടർ തൊട്ട് മുകളിലോട്ട് എത്ര വന്നാലും നമ്മളതൊരു ലെങ്തി നെയിം എന്നുള്ള രീതിയിൽ നമുക്കതിനെ എടുക്കാം എന്ന് ഞാൻ പറയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു ആദ്യത്തെ എക്സാമ്പിളിൽ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇഫ് എൽസ് കണ്ടീഷൻ്റെ സിൻടാക്സ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സം കണ്ടീഷൻ, ദെൻ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പാസ്സായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഫോർ സ്പേസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. അതൊന്നോ ഒന്നിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. അതിനുശേഷം ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫെയിൽ ആയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എൽസ് കണ്ടീഷൻ്റെ അകത്ത് വരുന്നത് അഗെയിൻ നമ്മൾ എൽസ് കീവേഡ് ഇട്ടു കോളൻ ഇടുന്നു. ദെൻ അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഇൻറ്റൻറ്റ് ചെയ്ത് എഴുതുന്നു. അതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിലോട്ട് സ്വാഭാവികമായിട്ടും വരണം. സോ ഇഫ് കണ്ടീഷൻ കോളൻ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ജസ്റ്റ് തൽക്കാലം പാസ് എന്ന് പറഞ്ഞിടുകയാണ്. ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കോളൻ അത് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ സിൻടാക്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി ഈ സിനാരിയോയിൽ നമ്മൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? ലെങ്തി എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഈ പേര് ഒരു വേരിയബിളിൽ സ്റ്റോർഡ് ആയിരിക്കണം. അത് യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വേരിയബിളിൽ പേര് സ്റ്റോർ ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ സിംപ്ലിസിറ്റിക്ക് നമ്മൾ ഇഫ് എൽസിൻ്റെ കണ്ടീഷൻ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ സിംപ്ലി ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടത് ചെയ്യുവാണ്. ഇപ്പം നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യുവാണ്. സോ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ എൻ്റെ നെയിം സ്ട്രിങ് എനിക്കുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടീഷൻ എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ലെങ്ത് എനിക്ക് കിട്ടണം. സോ എന്നാൽ മാത്രമേ എനിക്കത് 10ൽ മുകളിലാണോ അല്ലയോ എന്നത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ലെങ്ത് കിട്ടാനായിട്ട് ഐ ക്യാൻ യൂസ് len എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാരാന്തസിസ് നമ്മൾ കൊടുക്കണം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ലെങ്ത് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ലെങ്ത്താണ്, അതായത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത് കിട്ടും. അത് ഡയറക്റ്റ്ലി ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ടായാലും ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം സ്റ്റോർ ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ n എന്ന് പറയുന്ന വേരിയബിളിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതിനി ആ എന്നും എത്ര ക്യാരക്ടേഴ്സിന് 10ന് മുകളിലാണോ എന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇഫ് n ഗ്രേറ്റർ ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. നെയിം ഈസ് ലെങ്തി എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. ഇനി ഇത് ഫെയിലാവുന്ന കണ്ടീഷനിൽ എന്ത് വേണം എന്നുള്ളത് എനിക്ക്, അതായത് 10 അതിൽ താഴെയോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൽസ് കണ്ടീഷൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് നെസസറി ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കാം. അതായത് നെയിം ഈസ് ഷോർട്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഇത്രയുമാണ് നമുക്കതിൻ്റെ ബേസിക് ലൈക്ക് ഇഫ് എൽസിൻ്റെ ഈ പറയുന്ന പ്രോഗ്രാമിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ളത്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ എനിക്കിവിടെ നെയിം ഈസ് ഷോർട്ട് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഞാനിനി എനിക്കിത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഒരു ലെങ്തി നെയിം കൊടുത്ത് നോക്കാം. സോ ഇവിടെ നെയിം ഈസ് ലെങ്തി എന്ന് പറഞ്ഞ് വരുന്നു. ഇവിടെ സ്പേസ് ഉൾപ്പെടെ എല്ലാ ക്യാരക്ടേഴ്സും ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് എന്നിൻ്റെ അകത്ത് എത്ര വരുന്നു എന്നറിയാനായിട്ട് വേണമെങ്കിൽ ഇവിടെ n പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഈ കേസിൽ 15 ആണ്. മുന്നത്തെ കേസിൽ 5 ക്യാരക്ടേഴ്സാണ് വരേണ്ടത്. ഓക്കെ, സോ എഴുതി ചെയ്യാം. ഇനി ഡയറക്റ്റ് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്നിലോട്ട് സ്റ്റോർ ചെയ്യാതെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ
len ഓഫ് നെയിം എന്ന് കൊടുത്താൽ ഡയറക്റ്റ്ലി ഇവിടെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോറേജ് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്തിട്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ബേസിക് ഫസ്റ്റ് ലെവൽ എക്സാമ്പിളാണ് if else സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്.